ഓം വിഘ്നേശ്വരായ നമഃ. ആസ്ട്രോ വിജയ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിച്ചു. ഈ വീഡിയോയിൽ നമുക്ക് അവയുടെ സ്വഭാവ സവിശേഷതകളും സഞ്ചാരപഥത്തെയും കുറിച്ച് പരിശോധിക്കാം. പൊതുവെ ഗ്രഹങ്ങളെ രണ്ടായി തരംതിരിക്കാം. ബോർഡിൽ നോക്കുക. പൊതുവെ ഗ്രഹങ്ങളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് ശുഭഗ്രഹങ്ങൾ, രണ്ട് പാപഗ്രഹങ്ങൾ എന്നിങ്ങനെ. ശുഭഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ വ്യാഴം, ബുധൻ, ശുക്രൻ, ചന്ദ്രൻ എന്നീ 4 ഗ്രഹങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാപഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ ചൊവ്വ, ശനി, സൂര്യൻ, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. പൊതുവെ ശുഭഗ്രഹങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരുടെ ദശാകാലം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് നല്ല അനുഭവങ്ങളാണ് കൂടുതലും വരിക. അതേസമയം പാപഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ വരുമ്പോൾ കുറച്ച് കഷ്ടതകൾ നിറഞ്ഞതായിരിക്കും. ഇത് പൊതുവേയുള്ളൊരു ഫലമാണ്. ചിലപ്പോൾ ഇത് മാറിയും മറിഞ്ഞും വരാം. അത് ലഗ്നങ്ങളെ ആശ്രയിച്ചിരിക്കും. ഇത് പിന്നീട് വിശദമായി നമുക്കത് പരിശോധിക്കാം. ഇനി നമുക്ക് ഇവയുടെ സഞ്ചാരപഥത്തെക്കുറിച്ച് പരിശോധിക്കാം. എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുന്നു. സൂര്യൻ സ്ഥിരമായി ഒരു ഭാഗത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. രാഹു, കേതു എന്നിവയൊഴികെ ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസിലാണ് സൂര്യനെ വലം വയ്ക്കുന്നത്. എന്നാൽ രാഹുവും കേതുവും സൂര്യനെ വലം വയ്ക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ്, അതായത് റിവേഴ്സിലാണ്. ഇതിൽ ഓരോ ഗ്രഹങ്ങൾക്കും സൂര്യനെ വലം വയ്ക്കുവാൻ ഓരോ കാലയളവാണ് ഉള്ളത്. ബുധൻ, ശുക്രൻ എന്നീ 2 ഗ്രഹങ്ങളാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത ഭ്രമണപഥത്തിൽ ചൊവ്വയും പിന്നെ കുറച്ച് ദൂരെയുള്ള ഭ്രമണത്തിൽ ശനിയും ഗുരുവും ആണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ദൂരത്തിനനുസരിച്ചാണ് ഇവയ്ക്ക് സൂര്യനെ വലം വയ്ക്കുവാൻ എത്ര കാലയളവ് വേണം എന്നത് നിശ്ചയിക്കുന്നത്. പൊതുവെ നവഗ്രഹങ്ങൾക്ക് കുറച്ച് പര്യായ പദങ്ങളുണ്ട്. വ്യാഴത്തിന് ഗുരു എന്നും പറയുന്നു, ബൃഹസ്പതി എന്നും പറയുന്നു. ബുധന് പൊതുവെ ബുധൻ എന്ന് പറയുന്നു. ശുക്രന് ഭൃഗു എന്നൊരു അപരനാമം കൂടിയുണ്ട്. ചന്ദ്രന് പൊതുവെ ചന്ദ്രൻ എന്നാണ് കൂടുതലും അഭിസംബോധന ചെയ്യാറുള്ളത്. ചൊവ്വയ്ക്ക് കുജൻ എന്നുള്ള അപരനാമം കൂടിയുണ്ട്. ശനിക്ക് മന്ദൻ, സൂര്യന് രവി, രാഹുവിന് സർപ്പൻ, കേതുവിന് ശിഖി എന്നും കൂടി മറ്റു പര്യായപദങ്ങളുണ്ട്. ഇതിൽ ഈ പര്യായപദങ്ങളുടെ ആദ്യ അക്ഷരം വെച്ചുകൊണ്ടാണ് നമ്മുടെ ഗ്രഹനിലയിൽ നിങ്ങളെല്ലാവരും ടേബിൾ കണ്ടിരിക്കും ജാതകത്തിൽ. അതിൽ ഓരോ ഗ്രഹങ്ങളുടെയും പൊസിഷൻ രേഖപ്പെടുത്തുന്നിടത്ത് ഇവരുടെ അപരനാമത്തിൻ്റെ ആദ്യ അക്ഷരമായിരിക്കും മിക്കവാറും എഴുതിയിരിക്കുന്നത്. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതെല്ലാം പൊസിഷനിലാണ് ഏതെല്ലാം ഗ്രഹങ്ങൾ നിൽക്കുന്നതെന്ന് വളരെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ വ്യാഴം നിൽക്കുന്ന സ്ഥാനത്ത് ഗു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. ബുധൻ നിൽക്കുന്ന സ്ഥാനത്ത് ഭൂ എന്നും, ശുക്രൻ നിൽക്കുന്ന സ്ഥാനത്ത് ബൃ എന്നും, ചന്ദ്രൻ നിൽക്കുന്ന സ്ഥാനത്ത് ച എന്നും, ചൊവ്വ നിൽക്കുന്ന സ്ഥാനത്ത് കു എന്നും, ശനി നിൽക്കുന്ന സ്ഥാനത്ത് മാ എന്നും, സൂര്യൻ നിൽക്കുന്ന സ്ഥാനത്ത് ര എന്നും, രാഹു നിൽക്കുന്ന സ്ഥാനത്ത് സ എന്നാണ് ഉണ്ടായിരിക്കുക. കേതുവിൻ്റെ സ്ഥാനത്ത് സി എന്നുമാണ് സാധാരണ നമ്മുടെ ജാതകത്തിലെ ഗ്രഹനിലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. ഗ്രഹനിലയെക്കുറിച്ചും അവരുടെ സ്ഥിതികളെക്കുറിച്ചും പിന്നീട് നമുക്ക് വിശദമായി പരിശോധിക്കാം. അടുത്ത വീഡിയോയിൽ രാശിമണ്ഡലത്തെക്കുറിച്ച് പ്രതിപാദിക്കാം. നന്ദി, നമസ്കാരം.